ഗോദി മീഡിയ ആജ്തക്കിന്റെ മറ്റൊരു ചാനലായ ന്യൂസ് തക് ഒരു വലിയ സർവേ നടത്തി. 2024 അവസാനമാണ് അവർ ഈ സർവേ നടത്തിയത്. അവരെയും എല്ലാ ഗോദി മീഡിയകളെയും ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടായിരുന്നു ഈ സർവേയുടേത്. അവരുടെ ഈ സർവേയുടെ ചോദ്യം 2024 ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വ്യക്തിത്വം ആരാണ്? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിന് വോട്ട് ചെയ്യൂ. ആ നേതാവിനെ കുറിച്ചുള്ള ഇതുവരെയും കേൾക്കാത്ത കാര്യങ്ങൾ നിങ്ങളെ ഞങ്ങൾ കേൾപ്പിക്കുന്നതാണ് എന്നായിരുന്നു. അതിൽ 4 ഓപ്ഷനുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്: ചന്ദ്രബാബു നായിഡു, ഹേമന്ത് സോറൻ, നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി. 7 ലക്ഷത്തോളം പേരാണ് ഈ സർവേയിൽ വോട്ട് ചെയ്തത്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ എത്ര വലിയ സർവേ ആയിരുന്നു ഇത് എന്ന്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ച രീതിയിലായിരുന്നില്ല ഈ സർവേയുടെ ഫലം. ഈ സർവേയുടെ റിസൾട്ട് കണ്ടോളൂ. 7% പേർ തെരഞ്ഞെടുത്തത് ചന്ദ്രബാബു നായിഡു 4ാം സ്ഥാനത്ത്, 9% പേർ തെരഞ്ഞെടുത്തത് ഹേമന്ത് സോറൻ 3ാം സ്ഥാനത്ത്, നരേന്ദ്രമോദി എന്ന് പറഞ്ഞവർ വെറും 10% പേർ മാത്രം. എന്നാൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത് ഞെട്ടാൻ തയ്യാറായിക്കൊള്ളൂ, 74% പേർ. 74% പേർ. ഓർക്കണം, വിശ്വഗുരു, ലോകത്തിലെല്ലാം പെരുമ്പറ മുഴക്കുന്ന പേര് തുടർച്ചയായി 3ാം പ്രാവശ്യവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നിൽക്കുന്ന നരേന്ദ്രമോദിക്ക് ലഭിച്ചത് വെറും 10% വോട്ടുകൾ മാത്രം. ഒരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറന് പോലും ഏതാണ്ട് നരേന്ദ്രമോദിയുടെ അത്രയും തന്നെ വോട്ടുകൾ ഈ ദേശീയ സർവേയിൽ ലഭിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വഗുരുവിന്റെ യഥാർത്ഥ ജനപ്രീതി എത്രയാണെന്ന് മനസ്സിലായല്ലോ. അതും ഈ സർവേ നടത്തിയത് ഒന്നാന്തരം ഗോദി മീഡിയ, മോദിക്ക് വേണ്ടി ഫേക്ക് ന്യൂസുകൾ മാത്രം പടച്ചുവിടുന്നവർ. അവർക്ക് പോലും ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഈ ഞെട്ടിപ്പിക്കുന്ന സർവേ ഫലം വിശ്വസിക്കാനാകുന്നില്ല. വെറും 10% പേർ മാത്രം നരേന്ദ്രമോദി എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞവർ 74% പേർ. മോദിയെക്കാളും 7.4 ഇരട്ടി ആൾക്കാർ രാഹുൽ ഗാന്ധിയെയാണ് തന്റെ പ്രിയപ്പെട്ട നേതാവായി തെരഞ്ഞെടുത്തത്. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഞാൻ വിചാരിച്ചിരുന്നത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ 30% ആൾക്കാരെങ്കിലും ഒരു വിവരവുമില്ലാത്ത മോദി വിശ്വഗുരുവാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ ആണ് എന്നാണ്. എന്നാൽ എന്നെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്, വെറും 10% പേർ മാത്രമാണ് മോദിയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എന്ന് പറഞ്ഞത്. അതേസമയം ഈ സർവേയിൽ റെസ്പോണ്ട് ചെയ്ത ഇന്ത്യയിലെ 74% പേരും രാഹുൽ ഗാന്ധിയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എന്ന് പറയുക. അതും 7 ലക്ഷത്തോളം പേർ വോട്ട് ചെയ്ത ഒരു സർവേയിൽ. ഇതിൽ നിന്ന് നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ ജനപിന്തുണ ഇന്ത്യയിലെ ജനങ്ങളിൽ എത്രത്തോളമാണെന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. എല്ലാവരും മടുത്തു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ വീണ്ടും വീണ്ടും വിജയിക്കുന്നത്? ഒരു സംശയവും വേണ്ട, ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല ഈ പാർട്ടി വിജയിക്കുന്നത്, മറിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ് എന്ന് അടിവരയിടുന്നതാണ് ഗോദി മീഡിയയുടെ ഈ സർവേ ഫലം.